Dear all, I am Vishnu S. Nair, Assistant Professor in Mechanical Engineering Department, SNIT Adur. Today we are conducting the revision of third module in the subject Industrial Engineering from the Department Mechanical Engineering. So we are covering the topics. First one, Micro Motion Study Chart, Terblings, SIMO chart and the principles of motion economy. Today we are going to discuss about the topic Micro Motion Study. Micro Motion Study provides a technique for recording and timing an activity. It is a set of techniques intended to divide the human activities in a groups of movements or micro motions called terblings. And the study of such movements helps to find for an operator one best pattern of movements that consumes less time and requires less effort to accomplish the task. Terblings were suggested by Frank O. Gilbert, the founder of motion study. Micro motion study was mainly employed for the job analysis. Its other applications are as an aid of studying the activities of two or more persons on a group of work, an aid in studying relationship of the activities of the operator and machine as a means of timing operations, as an aid in obtaining motion time data for standard times, acts as permanent record of the method and time of activities of the operator and the machine. So micro motion study. So we are going to discuss about the micro motion study. Micro motion study എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിലൊക്കെ മോഷൻ സ്റ്റഡിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ടൈം കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. ഓരോ മോഷന് വരുന്ന ടൈം എങ്ങനെയാണ് എന്നുള്ളതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും അതിനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മളവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ആ വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കാര്യം മോഷൻ സ്റ്റഡി പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ അതിൽ 5 സ്റ്റെപ്സ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. ഒന്ന് ഓപ്പറേഷൻ, ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ട്, അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മൈക്രോ മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ വേർഡ് കേൾക്കുമ്പം തന്നെ മനസ്സിലാവും എന്താണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള. ഇപ്പം ട്രാൻസ്പോർട്ട് എന്നുള്ളതിനെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും 2 ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നുകിൽ ഒരു സാധനം എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ട്രാൻസ്പോർട്ട് ലോഡഡ് എന്ന് പറയും, അല്ലെങ്കിൽ സാധനം എടുക്കാനായിട്ടാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പോർട്ട് എംറ്റി എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് തന്നെ. ഓക്കെ, അതായത് ഈ ലിംസിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ മൂവ്മെൻറ്റും ബാക്കി നമ്മുടെ ബ്രെയിനിൻ്റെ ഇപ്പോൾ കണ്ടുപിടിക്കുക, അതിനെ ഫൈൻഡിങ് എന്ന് പറയും. അങ്ങനെയുള്ളതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ബേസിക് മോഷൻ എലമെൻറ്റ്സ് ആയിട്ട് 17 മോഷൻ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിന് ഈ സിമ്പിൾസ് നിങ്ങളൊന്ന് പഠിക്കേണ്ടതാണ്. തെർബ്ലിങ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ചേർത്ത് വേണം എഴുതാനായിട്ട്. സെർച്ച്, ഫൈൻഡ്, ഗ്രേ, സെലക്ട്, ഗ്രാസ്പ്, ഹോൾഡ്, ട്രാൻസ്പോർട്ട് ലോഡഡ്, ട്രാൻസ്പോർട്ട് എംറ്റി, പൊസിഷൻ, അസംബിൾ, യൂസ്, ഡിസസംബിൾ, ഇൻസ്പെക്ട്, പ്രീപൊസിഷൻ, റിലീസ് ലോഡ്, അൺഅവോയ്ഡബിൾ ഡിലേ, അവോയ്ഡബിൾ ഡിലേ, പ്ലാൻ, റീസെറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ 17 സ്റ്റെപ്സ്. 17 മൈക്രോ മോഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കെയാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയെയും ഇതേപോലെയുള്ള വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള ആക്ടിവിറ്റീസായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നും ഇന്നെഫക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റി ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ മൈക്രോ മോഷൻ സ്റ്റഡിയിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
സോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ 17 എന്തൊക്കെയാണെന്നുള്ളത്. ട്രാൻസ്പോർട്ട് എം ടി. ദ ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് എം ടി. റീച്ച് ഫോർ ആൻ ഒബ്ജെക്റ്റ് വിത്ത് എം ടി ഹാൻഡ്. Today we call it as reach, always called as reach. Okay, that is called transport empty. Grasp an object by contacting and closing the fingers until control has been achieved. That is called grasp. Transport loaded. Move an object with hand, arm. It is called transport loaded. Hold an object with one hand. Release load, that is RL. Release control of an object. Use, manipulate or use the tool. Position the object for next operation. Position the object in defined location. Assemble, that is joining of two parts. Disassemble, that is separate multiple parts that were previously joined. Search, attempt to find an object using eyes or hand. Select, choose among several objects in a group. Plan, decide on an action. Inspect, determine quality of object using eyes. Unavoidable delay. Waiting due to factors beyond the worker control. Avoidable delay. Worker waiting. Resting to overcome the fatigue. So these are the 17 terblings that is used in micro motion study. ഈ 17 എണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. Objectives. What are the objectives of micro motion study? Eliminate ineffective terblings if possible. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യണം. അവോയ്ഡ് ഹോൾഡിംഗ് ഒബ്ജക്ട്സ് വിത്ത് ഹാൻഡ്. ദറ്റ് ഈസ് ദ വർക്കർ ഷുഡ് യൂസ് വർക്ക് ഹോൾഡർ. കമ്പൈൻ ടെർബ്ലിങ്സ്. പെർഫോം റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് മോഷൻ സൈമൾട്ടേനിയസ്ലി. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞായിരുന്നു. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് ഏതെങ്കിലും ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം റൈറ്റ് ഹാൻഡ് കൊണ്ടുവന്ന് പിക്ക് ചെയ്തു, വീണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ടുവന്ന് പിക്ക് ചെയ്തു, അങ്ങനെ വരുന്നതിൽ നല്ലത് രണ്ട് ഹാൻഡ് യൂസ് ചെയ്ത് ഒരുമിച്ച് പിക്ക് ചെയ്യാം. സോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്യണം. സിംപ്ലിഫൈ ഓവറോൾ മെത്തേഡ്. ഇപ്പോൾ കറണ്ട് പ്രാക്ടീസിങ് മെത്തേഡിനെ സിംപ്ലിഫൈ ചെയ്യണം. റെഡ്യൂസ് ദ ടൈം ഫോർ ദ മോഷൻ. ഈ ഓരോ ആക്ടിവിറ്റീസും ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നത് വളരെ അടുത്തായിട്ടായിരിക്കണം പ്ലേസ് ചെയ്തേക്കുന്നത്. അതായത് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്ത് നിന്ന് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവാൻ പാടില്ല. സോ എഫക്റ്റീവ് തെർബ്ലിങ്സ് എന്താണ്, ഇൻഎഫക്റ്റീവ് തെർബ്ലിങ്സ് എന്താണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എഫക്റ്റീവ് തെർബ്ലിങ്സ് ട്രാൻസ്പോർട്ട് എംപ്റ്റി, ഗ്രാസ്പ്, ട്രാൻസ്പോർട്ട് ലോഡഡ്, റിലീസ് ലോഡ്, യൂസ്, അസംബിൾ, ഡിസസംബിൾ, ഇതൊക്കെയാണ് എഫക്റ്റീവ് തെർബ്ലിങ്സ്. അത് ഫിസിക്കൽ മോഷനാണ്. ഓക്കെ, മെൻ്റൽ ബേസിക് എലമെൻറ്റ്സ് നമ്മൾ ഇത് തലച്ചോറ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇൻസ്പെക്ട്, എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക അതിന്. പിന്നെ ഡിലേ എലമെൻറ്റ്സ്, റെസ്റ്റ്, കാര്യം ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കണം. ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള തെർബ്ലിങ്സ്, അതായത് പ്രൊഡക്ഷന് ഒരു ഗുണവുമില്ലാത്ത തെർബ്ലിങ്, ഹോൾഡ് ചെയ്യുക, പ്രീ പൊസിഷൻ ചെയ്യുക, ഇതൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യണം. ഫിസിക്കൽ മോഷൻ, പൊസിഷൻ, സെർച്ച്, സെലക്ട്, ഇതൊക്കെ ഇൻഎഫക്റ്റീവാണ്. ഓക്കെ, മെൻ്റൽ ബേസിക് എലമെൻറ്റ്സ്, പ്ലാൻ ചെയ്യുന്നത് ഇൻഎഫക്റ്റീവ്. ഡിലേ എലമെൻറ്റ്സ്, അൺഅവോയ്ഡബിൾ ഡിലേയും അവോയ്ഡബിൾ ഡിലേയും, ഇത് രണ്ടും എന്താണ്, ഇൻഎഫക്റ്റീവ്. സോ ഈ പറഞ്ഞ ഇൻഎഫക്റ്റീവായിട്ടുള്ള തെർബ്ലിങ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്യാനുള്ള കറണ്ട് ആയിട്ടുള്ള പ്രാക്ടീസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്കെച്ച് വരയ്ക്കുക. അത് വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെയാണ് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള തെർബ്ലിങ്സ് വരുന്നതെന്നുള്ളത്. സോ അങ്ങനെയുള്ള തെർബ്ലിങ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. സിമോ ചാർട്ട്. സോ നമ്മൾ ഈ 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ട് വരയ്ക്കുന്നതാണ്. സിമോ ചാർട്ട് യൂസ് ചെയ്താണ് നമ്മളത് വരയ്ക്കുന്നത്. അതായത് സിമോ ചാർട്ട് ഈസ് ആൻ എക്സ്ട്രീംലി ഡീറ്റെയിൽഡ് 2 ഹാൻഡഡ് പ്രോസസ് ചാർട്ട്. സിമോ ചാർട്ട് ഈസ് ഓഫൺ ബേസ്ഡ് ഓൺ ഫിലിം അനാലിസിസ്. ഇറ്റ് ഷോസ് എ കോമൺ സ്കെയിൽ the terblings or groups of terblings performed by different parts of the body on one or more workers. The time scale is represented in wings, that is 1/2000 of a minute. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, വിങ്സ്. ഓക്കെ, the time scale is represented in the Simo chart
by the wings. Wings is one wing is equal to 1 by 2000 of a minute. SIMO chart is used for micro motion analysis. For example, short cycle repetitive jobs like inspection, packing, and high order skilled jobs like component assembly, that is drawn using the SIMO chart. A SIMO chart shows the relationship between different limbs of a worker with records of duration of micro motions. For example, at an instant it can be found what one hand is doing with respect to another in terms of therblings. So SIMO chart ഇതാണ് സിമോ ചാർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. സിമോ ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പെർഫോം ചെയ്യുന്ന റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും യൂസ് ചെയ്ത് പെർഫോം ചെയ്യുന്ന ടാസ്കിനെ നമ്മൾ വളരെ മൈക്രോ മോഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സിമോ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സിമോ ചാർട്ടിൽ നമ്മൾ ടൈം നോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 2000 of the minute. ആ ഒരു വാല്യൂവിൻ്റെ പേരാണ് വിങ് എന്നാണ് പറയുന്നത്. WINK, വിങ് എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഡിസസെമ്പിൾ, that is separate multiple parts that were previously joined. Search, attempt to find an object using eyes or hand. Select, choose among several objects in a group. Plan, decide on an action. Inspect, determine quality of object using eyes. Unavoidable delay. Waiting due to factors beyond the worker control. Avoidable delay. Worker waiting. Rest, resting to overcome the fatigue. So these are the 17 therblings that is used in micro motion study. ഈ 17 എണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. Okay, so main ആയിട്ട് 3 പ്രിൻസിപ്പിൾ ആയിട്ടുള്ള the 3 principles of motion economy are principles that apply to use human body, principles that apply to the workplace arrangement, principles that apply to design of tooling and equipment. These are the 3 main principles in the motion economy. Okay, the first one, the use of human body. What are the principles which is used to improve the movements and reducing the fatigue of the human body? The 2 hands should begin and complete their motion at the same time. Arm movements should be symmetrical, simultaneous in opposite direction. Hand and body motions should be confined to lowest classification to perform the work satisfactorily. The 2 hands should not be idle at the same time. Momentum should assist the worker. Smooth, continuous and curved movements preferable over straight line movement with sharp changes in direction. So these are the principles that is used in the human body. അതായത് നമ്മൾ 2 ഹാൻഡും ഒരുമിച്ച് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലും
ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഹാൻഡ് യൂസ് ചെയ്ത് പോയി സാധനം പിക്ക് ചെയ്തുകൊണ്ട് വന്നു, അടുത്ത ഹാൻഡിലേക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും ആ സെയിം ഹാൻഡ് തന്നെ പോയി സാധനം പിക്ക് ചെയ്തുകൊണ്ട്, അതിലും നല്ലത് നമുക്ക് ആ 2 ഹാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടൈം അവിടെ നമുക്ക് ലാഭിക്കാം. ഓക്കെ. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 2 ഹാൻഡും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാതെ അതിന് റെസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ മൂവ്മെൻറ്റ്സ് എല്ലാം സ്മൂത്ത് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതാണ്. ഇനി വർക്ക് പ്ലേസ് അറേഞ്ച്മെൻറ്റ്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ വർക്ക് പ്ലേസ് അറേഞ്ച്മെൻറ്റ് ടു റെഡ്യൂസ് ദ ഫാറ്റിക് or to improve the motion economy? Make definite and fixed place for all tools and materials. In other words, there should be a place for everything, and everything is at its place. Locate tools, materials and controls as close to the place to use as possible. Gravity feed the material to the point of use. Locate materials and tools to permit the best sequence of operations. Good illumination for satisfactory visual perception. Use drop delivery where possible. Arrange workplace height to permit alternate sitting and standing at the work. Provide chair of suitable type of height to permit good posture. സോ ഇതൊക്കെയാണ് വർക്ക് പ്ലേസ് അറേഞ്ച്മെൻറ്റിൻ്റെ ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ടുള്ള പ്രിൻസിപ്പിൾസ്. മെറ്റീരിയൽസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടുള്ള പ്ലേസിലായിരിക്കണം സ്റ്റോർ ചെയ്തേക്കേണ്ടത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ കറക്റ്റായിട്ടുള്ള ലൈറ്റിങ്ങും അങ്ങനെയുള്ള വെൻറ്റിലേഷൻ അതെല്ലാം കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. സിറ്റിംഗ് പോസ്ചർ കറക്റ്റാണോ എന്നുള്ള, ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ സിറ്റിംഗ് പോസ്ചർ കറക്റ്റാണോ എന്നുള്ള, അയാളുടെ ബാക്കിൽ എല്ലാം കറക്റ്റായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുമാണ്. ഡിസൈൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഫോർ ദ മോഷൻ എക്കണോമി. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിസൈൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്? Relieve hands if the work can be economically done by jig, fixture or pedal. Combine 2 or more tools where possible. Pre-position tools, materials where possible. When fingers are loaded, divide the work with according to the capability of the fingers. Locate levers, handler to permit work with least change in body posture and greatest mechanical advantage. So ഇതാണ് നമ്മുടെ ഡിസൈൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഓരോ ടൂൾസും ഡിസൈൻ ചെയ്യുമ്പോൾ മോഷൻ എക്കണോമി ബേസ് ചെയ്തിട്ടായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. ഈസി ടു ഹാൻഡിൽ ആയിരിക്കണം. അതുകൂടാതെ ഇത്രയും ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഒരു വർക്ക് പ്ലേസ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് വർക്ക് പ്ലേസ് ഡിസൈൻ ചെയ്യാൻ നേരത്തെ അയാളുടെ മാക്സിമം വർക്കിംഗ് ഏരിയയും നമുക്ക് നോർമൽ വർക്കിംഗ് ഏരിയയും നമ്മൾ പറയുന്നുണ്ട്. നോർമൽ വർക്കിംഗ് ഏരിയയ്ക്ക് അകത്ത് വെച്ച് തന്നെ നമുക്ക് അയാൾക്കുള്ള അസംബിൾ ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെച്ച് ചെയ്യുക. മാക്സിമം വർക്കിംഗ് ഏരിയയ്ക്ക് അകത്തുള്ള ഈ ഒരു സ്പേസിൻ്റെ അകത്ത് തന്നെ അയാൾക്ക് റീച്ച് ചെയ്ത് കളക്ട് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ടൂൾസ്, മെറ്റീരിയൽസ് എല്ലാം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഈ മാക്സിമം വർക്കിംഗ് ഏരിയ എന്നുള്ളൊരു ഏരിയ കഴിഞ്ഞ് പോയിട്ടാണ് ഈ സാധനങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങളും പിക്ക് ചെയ്യാൻ നേരത്തും അയാൾ എന്ത് ചെയ്യണം? എണീച്ച് പിക്ക് ചെയ്യണം, തിരിച്ച് വീണ്ടും ഇരുന്ന് അവിടെ വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ വർക്ക് ചെയ്ത് അസംബിൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം, ഇപ്പോൾ അസംബിളിങ് എന്നുള്ളൊരു ഓപ്പറേഷനാണ് പുള്ളി അവിടെ ഇരുന്ന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സാധനങ്ങളെല്ലാം ഇട്ട് വയ്ക്കാനായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ആ മാക്സിമം വർക്കിംഗ് ഏരിയയ്ക്ക് അകത്ത് തന്നെ കൊടുക്കേണ്ടതാണ്. സോ ടൂൾസ് എന്നുള്ളതൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഇത് ആദ്യത്തെ ഫിഗർ എയിൽ നോക്കുകയാണെങ്കിൽ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വച്ചേക്കുന്നത്. സോ ഹാൻഡ് എത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ പറഞ്ഞ ആ ഒരു നോർമൽ വർക്കിംഗ് ഏരിയയും മാക്സിമം വർക്കിംഗ് ഏരിയയും കവർ ചെയ്ത് വരുന്ന രീതിയിലല്ല അത് വച്ചേക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓൾ അബൌട്ട് മോഷൻ എക്കണോമി, തെർബ്ലിങ്സ് ആൻഡ് മൈക്രോ മോഷൻ സ്റ്റഡി. Hope you people have enjoyed my video. Thank you. See you in next video.